ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. മീൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് കണമ്പ് എന്നാണ് വാപ്പ പറഞ്ഞത് കേട്ടോ. ഇത് ഞാൻ കഴിക്കുന്നതും കാണുന്നതും ആദ്യമായിട്ടാണ്. ഇവിടെ ഇങ്ങനെയുള്ള മീൻ മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കണമ്പ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ മീനിന് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ കുറച്ച് ചാള ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഒരു 5-6 പീസ് ചാള ഇരിപ്പുള്ളായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നെത്തോലി ഇരിപ്പുണ്ട്, അപ്പോൾ അതും കൂടി ഇട്ടിട്ട് അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും ഈ ചാള കുറച്ച് ഒരു 3 ദിവസമെങ്കിലും ആയി കാണും കേട്ടോ ഫ്രിഡ്ജിലിരിക്കുന്നത്. നമ്മൾ ഡിസ്ചാർജ് വാങ്ങി വന്നില്ലേ ഹോസ്പിറ്റലിൽ നിന്ന്, അന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുള്ള മീനായിരുന്നു. അപ്പോൾ അത് ഒരു കറിക്ക് വേണ്ടിയിട്ടുള്ളതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാനതെടുത്തിട്ട് ഒരു അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നെത്തോലിയും കൂടെ ഇരിപ്പുണ്ട്, അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മറ്റേ മീനുണ്ടല്ലോ, നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള മീൻ കണമ്പ് എന്ന് പറയുന്നത്, അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ചെതമ്പലുള്ള മീനാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിൽ കിടന്നെങ്കിലേ നമുക്കതിൻ്റെ പണിയൊന്ന് കഴിച്ചെടുക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നേ. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ടിട്ട് നേരെ വന്ന് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒന്ന് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ നെത്തോലി മീനും അതുപോലെ ചാളയും കൂടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നെത്തോലി ഒന്ന് കിള്ളി എടുത്തിട്ട് തലയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വാല് മാത്രം വെച്ചിട്ടുണ്ട്. വാല് അച്ചാറിനല്ലേ, അച്ചാറിന് വറുക്കാനൊക്കെ ആണെങ്കിൽ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് അതിലേക്ക് ഉപ്പും മുളകും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഒരു 5-10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് അതിലോട്ട് പിടിക്കും കേട്ടോ. പക്ഷേ ഈ മീനിൽ ഏറ്റവും ടേസ്റ്റുള്ള അച്ചാർ എന്താണെന്നറിയാവോ? അത് ചാള വെച്ചിട്ട് ചെയ്യുന്ന അച്ചാറാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ചാളയുടെ അച്ചാർ. നിങ്ങൾ കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ടേസ്റ്റ് ഉണ്ടോയെന്ന് കഴിച്ചാൽ നമുക്ക് തോന്നിപ്പോകും കേട്ടോ. അപ്പോൾ അതേ ഞാനാണെങ്കിൽ ആദ്യം ഈ നമ്മളെ മുളകൊക്കെ തേച്ച് വെച്ചിട്ടില്ലേ മീൻ, അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. നല്ലെണ്ണയിൽ വേണം എന്ന് എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നത് പോലെ തന്നെ അച്ചാറൊക്കെ നല്ലെണ്ണയിലിട്ടാലേ അതിൻ്റെ ഒരു ഗുമ്മുണ്ടാവത്തുള്ളൂ. നല്ലെണ്ണ ഇവിടെ ഇരിപ്പില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീനൊക്കെ നല്ല പോലെ, അതായത് അങ്ങനെ കിലുങ്ങണം, ആ തരത്തിൽ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തീ ഒരുപാടങ്ങ് കൂട്ടിയിടണ്ട, ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ലോയിലിട്ടിട്ട് അതിൽ മീഡിയത്തിലിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല നമ്മളങ്ങനെ കോരുന്ന സമയത്ത് നല്ല സൗണ്ട് വരുമല്ലോ, നമ്മളിങ്ങനെ കിലിക്കിലിക്കിലാന്ന് പറഞ്ഞപ്പോൾ അതുപോലെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. മീൻ പൊരിക്കാനിട്ടിട്ടേ ഞാനാണെങ്കിൽ കറി വെക്കാനുള്ള തേങ്ങ തിരുമുവാണ്. കാരണം ടച്ച് വെട്ടാനായിട്ട് 2 ദിവസമായിട്ട് ആൾ വരുന്നത് നിമിഷവും പോവാം. അതുകൊണ്ട് ഞാൻ നേരത്തെ കറിക്ക് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ തിരുമ്മി അരപ്പൊക്കെ അവിടെ റെഡിയാക്കി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മീനിൻ്റെ ഒരു ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നപ്പോഴത്തേക്കും മറുഭാഗം ഞാൻ മറിച്ചിട്ട് കൊടുത്തു കേട്ടോ. ആദ്യം ഞാൻ ഇട്ട് കൊടുത്ത പാൻ ഉണ്ടല്ലോ, അതിൽ നിന്നും ചട്ടിയിൽ ഈ മീൻ ഇട്ട് പൊരിച്ചെടുക്കാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. അത് ഇളകി വരാൻ വേണ്ടിയിട്ട് വലിയ പാടാണ്. എന്നാലും നമുക്ക് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് മീനൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ലേ. ഞാൻ പിന്നെ ആ ചട്ടിയിൽ നിന്നും മാറ്റിയത് ഈ ഒരു അപ്പച്ചട്ടിയിലോട്ട് ഒഴിച്ചിട്ടാണ് പിന്നെ പൊരിച്ച് ബാക്കിയൊക്കെ എടുത്തത്. അങ്ങനെ നമ്മുടെ മീനൊക്കെ അവിടെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ എണ്ണ തന്നെ നമ്മൾ ആദ്യം വെച്ച പാനുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പകർന്നൊഴിച്ചതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളകിൻ്റെ ഒരു കുറവ് ഇതിലുണ്ട് കേട്ടോ. പച്ചമുളകോ നിറയെ കാന്താരിയോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. പ്രത്യേകിച്ച് ചാള അച്ചാർ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, സൂപ്പറാണ്. അങ്ങനെ ദേ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി കുറച്ചധികം തന്നെ നമ്മൾ മീനച്ചാറിലിടണം കേട്ടോ. ഇഞ്ചി കുറച്ച് അതിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് കുറച്ചെടുത്താൽ മതി. പക്ഷേ വെളുത്തുള്ളി നല്ലതുപോലെ വേണം. നമ്മൾ ഈ മീനും അതുപോലെ ചിക്കനൊക്കെ വെച്ച് അച്ചാറിടുന്നതിൽ വേണം കേട്ടോ. അപ്പോൾ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കായപ്പൊടി, പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലേശം ഒരു
ഒരു 1/4 കപ്പ് കേട്ടോ. ഞാൻ അതിനും വേണ്ടിയിട്ടുള്ള മീനൊന്നും ഒരു 1/4 കപ്പ് വിനീഗർ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് ലേശം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള മീനും കൂടെ തട്ടിക്കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ തീ ഇടേണ്ട ആവശ്യമില്ല, ഓഫ് ചെയ്തിട്ടിട്ടാണ് ഞാനൊന്ന് മിക്സാക്കി കൊടുത്തത് കേട്ടോ. ആ പൊടികളുടെ ഒക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ മീൻ തട്ടിക്കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉപ്പും പുളിയും ഒക്കെ അങ്ങ് പിടിച്ചോളുവേ. അത് കഴിഞ്ഞതേ മീൻ വെട്ടാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ മീൻ നമ്മൾ കഴിച്ചിട്ടില്ല, ഇവിടെ വാങ്ങിച്ചിട്ടുമില്ല കേട്ടോ, ആദ്യമായിട്ട് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് വീഡിയോസ് അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പലതരം വെറൈറ്റി കറികളൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്കും പനിയുടെ ലക്ഷണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണവും ഒക്കെ ഉണ്ട് കേട്ടോ. തൊണ്ട ഉണക്കും, തൊണ്ടവേദനയും ചെറുതായിട്ട് സൗണ്ട് പോകുന്നത് പോലെ. എനിക്ക് പനി വന്നു കഴിഞ്ഞാൽ സൗണ്ട് പോകും. പിന്നെ 2-3 ദിവസം കഴിയുമ്പോഴാണ് തൊണ്ട ഒന്ന് ക്ലിയർ ആവുന്നത്. അപ്പോൾ അതേ നമ്മുടെ മീനൊക്കെ വെട്ടി കഴുകി കൊണ്ടുവന്നു കേട്ടോ. ഞാൻ കുറച്ച് നേരം ഒന്ന് ആ മീനിൻ്റെ ആ ഒരു ഭാഗമുണ്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ടും എന്നിട്ടും ആ ഒരു കളറിന് ആ ഒരു കറുത്ത കളർ മാറുന്നില്ല. പിന്നെ അങ്ങനെയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ അത് തന്നെ അങ്ങനെ തന്നെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഉരുമ്പി കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് നമ്മളെ കറി തിളച്ച് വന്നപ്പോഴത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വറുക്കാൻ ഞാൻ ആ മീൻ എടുത്തില്ല കേട്ടോ. ഞാൻ കഴിച്ചിട്ടില്ല മീൻ, അതുകൊണ്ട് തന്നെ വറുക്കാനൊന്നും എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ദിവസം മുന്നേ ചീനി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കാം കേട്ടോ. ചക്ക കിട്ടിയതുകൊണ്ട് ഞാൻ പിന്നെ ഇന്നലെയൊക്കെ ചക്കയല്ലായിരുന്നു, അതുകൊണ്ട് ചീനി ചിലവായില്ല. അപ്പോൾ ഇന്ന് ചീനി പുഴുങ്ങയോ വേവിക്കുകയോ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എന്തായാലും വേവിച്ചാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട്, ചോറിനെടുക്കാം വേവിച്ചാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണേ. അപ്പോൾ അതേ തിട്ടപ്പുറമൊക്കെ ഒന്ന് കഴുകി പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി പറക്കി മാറ്റി വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് ഇനിയിപ്പോൾ ചീനി ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാനായിട്ട് പോകുമായിരുന്നു. അപ്പം എല്ലാം കൊത്തി അരിഞ്ഞ് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു. ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിക്കാനായിട്ട് വെച്ചു. എന്നത്തെയും പോലെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വ്ളോഗൊക്കെ കാണുന്നവർക്ക്. അപ്പോൾ ഇത് എൻ്റെ അച്ചാർ നല്ല സൂപ്പറായിട്ട് നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടൊക്കെ ആറി. ഞാൻ ആ മീനൊന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപാര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പയും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ളൊരു ഉച്ചയൂണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ഷോർട്സ് കണ്ടിട്ടും സപ്പോർട്ടാക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും.